നമസ്കാരം. ഞാൻ സാധാരണ രീതിയിൽ സീരിയലിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നത്. അല്ലാതെ ഒരു ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ വരാറുള്ള ഒരാളല്ല. പക്ഷേ ഇപ്പോൾ വരാൻ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിട്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ബാലാമണി താത്തയുടെ കാര്യം തന്നെയാണ്. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണൻ്റെ ഫോട്ടോ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വച്ചിട്ട് ജീവിക്കുന്ന ജസ്ന സലീം എന്നു പേരുള്ള ആ കുട്ടിയെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ കണ്ണൻ്റെ ഫോട്ടോ വിറ്റോട്ടെ, അതവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ അവരിപ്പോൾ മറ്റ് ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ. അവരിപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നു. അങ്ങനെ പലരും വരയ്ക്കുന്നുണ്ടാവാം. നമ്മൾ പണ്ട് കാലം തൊട്ടേ ശ്രീകൃഷ്ണൻ്റെ എന്ന് മാത്രമല്ല മറ്റുള്ള ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോകളായാലും വിഗ്രഹങ്ങളായാലും കൽപ്രതിമകളായാലും വാങ്ങാറുണ്ട്, കാണാറുണ്ട്. അതൊക്കെ ആരാണ് ഉണ്ടാക്കുന്നതെന്നോ അതിന് പിന്നിൽ ആരെന്നോ നമ്മളാരും അന്വേഷിക്കാറില്ല. അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ ഈ ഒരു വിഷയം പറയുമ്പോൾ ഈ കുട്ടിക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകതയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാത്ത കാര്യമേ ഉള്ളൂ. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ തന്നെ പലരും വരയ്ക്കുന്നുണ്ടാവാം. അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പലരും വരയ്ക്കുന്നുണ്ടാവാം. ഇപ്പോൾ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമാണോ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ വരയ്ക്കുന്നത്? എല്ലാത്തരം ആളുകളും ഉണ്ടാവാം. പക്ഷേ അത് ആരാണെന്നോ എന്താണെന്നോ നമ്മളാരും തിരക്കാറില്ല. ഇഷ്ടമാവുന്നത് നമ്മൾ വാങ്ങിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ കൃഷ്ണൻ്റെ ഫോട്ടോ ജസ്ന വരച്ചത് കൊണ്ട് ജസ്ന എന്തിനാണ് ഇത്രയേറെ വൈറലായത് എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഒരു മുസ്ലിം കുട്ടി വരച്ചത് കൊണ്ടാണോ? പിന്നെ ജസ്ന വരയ്ക്കുന്ന ഫോട്ടോകൾ ഞാൻ ഒരുപാട് നോക്കി, ഒരുപാട് ശ്രദ്ധിച്ചു. അത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് സ്കെച്ച് ചെയ്തെടുത്ത ഫോട്ടോയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കണ്ടിട്ട് എല്ലാ ഫോട്ടോയും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അവർ പല വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു, അവർ ആ ഒരു ഫോട്ടോ വരയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചിലവായത് 50,000 രൂപയാണ്, 20,000 രൂപയാണ്, 30,000 രൂപയാണ് എന്നൊക്കെ. എനിക്കറിയില്ല. കാര്യം ഞാൻ ഫോട്ടോ വരയ്ക്കുന്ന ഒരാളല്ല. നേരെ മണ്ണ ഒരു വര പോലും എനിക്ക് വരയ്ക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഒരു ഫോട്ടോ വരയ്ക്കാൻ ഇത്രയേറെ പണച്ചിലവ് നമ്മുടെ ജസ്ന താത്തയ്ക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി അഥവാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അവർക്ക് ചിലപ്പോൾ 1,00,000 രൂപയൊക്കെ ഒരു ഫോട്ടോ വരയ്ക്കുന്നതിന് ചിലവാകുന്നുണ്ടായിരിക്കാം. അത് അവരുടെ മാത്രം കാര്യം. പക്ഷേ അപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്, ഇവർക്ക് ഇത്രയേറെ പൈസ ആവുന്നുണ്ട് ഒരു കണ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നതിന്. അതുകൊണ്ട് തന്നെയാണ് അവരത്രയും രൂപ വാങ്ങിച്ചിട്ട് ഫോട്ടോ വിൽക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല, എവിടെ നോക്കിയാലും, നമ്മൾ എവിടെ ചെന്ന് നോക്കിയാലും കൃഷ്ണൻ്റെ മാത്രമല്ല ബാക്കി എല്ലാ ദൈവങ്ങളെയും 33 കോടി ദൈവങ്ങളുടെയും ഫോട്ടോകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ ഫോട്ടോകളൊക്കെ പലപ്പോഴും ജസ്ന വരച്ച കൃഷ്ണൻ്റെ ഫോട്ടോയേക്കാളും 100 ഇരട്ടി അടിപൊളിയായിട്ടുള്ള ഫോട്ടോകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ജീവനുള്ളതാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഫോട്ടോകൾ വരെ വാങ്ങിക്കാൻ കിട്ടും. അതിനൊക്കെ മാക്സിമം 1000 1500 ഒക്കെ ഉള്ളൂ, അതിന് മുകളിലോട്ടൊന്നും ഇല്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഈ ജസ്നയുടെ ഫോട്ടോയ്ക്ക് 50,000 60,000 30,000 20,000 രൂപയൊക്കെ വിലയാവുന്നത്. അതിൻ്റെ ഔചിത്യബോധം എന്താണെന്ന് അറിയില്ല. അതെന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കുന്നവർക്ക് ഇനിയിപ്പോൾ 1,00,000 രൂപയായാലും 1 കോടി രൂപയായാലും അവർക്ക് വേറെ പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ ബിസിനസ്.
പക്ഷേ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇന്നോ ഇന്നലെയോ അല്ല ഗുരുവായൂരിൽ ഈ ഫോട്ടോയുമായിട്ട് പോകുന്നതൊക്കെ. പക്ഷേ ഇതിൽ എന്നെ ചൊടിപ്പിച്ച ഒരു കാര്യം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് നടന്ന ആ ഒരു കാര്യമാണ്. അതായത് ഇതിപ്പോൾ കുറച്ച് ദിവസമായെങ്കിൽ പോലും ഞാൻ ശരിക്കും ഇപ്പോൾ സീരിയലിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും കാണാനായിട്ട് എനിക്ക് സമയം കിട്ടാറില്ല. വീട്ടു ജോലികളൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയത്താണ് ഞാൻ സീരിയൽ റിവ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികളെയും കുടുംബത്തിൻ്റെയും ഒക്കെ കാര്യം നോക്കി ഈ സീരിയലും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, പിന്നെ നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു കടയൊക്കെ ഉണ്ട്, അപ്പോൾ അതും ഒക്കെ ആയിട്ട് നോക്കുന്നതിൻ്റെ ഇടയിൽ മറ്റ് വീഡിയോകളൊന്നും ശ്രദ്ധിക്കാനോ നോക്കാനോ സമയം കിട്ടാറില്ല. പക്ഷേ എന്നാലും ഇപ്പോൾ ഈ ഒരു സംഭവം പറയാനായിട്ട് കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കണ്ട വീഡിയോ ആണ് അതിന് കാരണം. നോക്കുമ്പോൾ കാണുന്നത് ഈ ജസ്ന സലീം എന്ന് പറയുന്നൊരു കുട്ടി, ഞാൻ ഈ പറഞ്ഞ ചിത്രകാരി, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ വെച്ചിട്ട്, ക്ഷേത്രത്തിനുള്ളിലല്ല ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ചിട്ട് ഒരു സ്ത്രീയുമായിട്ട് വഴക്ക് കൂടുന്ന ആ ഒരു വീഡിയോ ആണ് ഇതിങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. സത്യത്തിൽ ഇവർക്ക് കച്ചവടം നടത്തണമെങ്കിൽ ഇവർ ശ്രീകൃഷ്ണനെ വരച്ച് വിറ്റോട്ടെ, അവർ ജീവിച്ചോട്ടെ, അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ അങ്ങനെ കച്ചവടം നടത്തണമെങ്കിൽ ഇവർക്ക് ഗുരുവായൂരിൽ തന്നെ കയറി വരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവർക്ക് കച്ചവടം നടത്തണമെങ്കിൽ ഇവരൊക്കെ പുറത്തെവിടെയെങ്കിലും ഒരു കടയിട്ടിട്ടിരിക്കാം. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇവർക്ക് വരയ്ക്കുന്ന ചിത്രങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്യാം. അത് സോഷ്യൽ മീഡിയ വഴി, ഇപ്പോൾ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, അത് അല്ലെങ്കിൽ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയായാലും ഫേസ്ബുക്ക് വഴിയായാലും യൂട്യൂബ് ചാനൽ വഴിയായാലും ഏത് രീതിയിൽ വേണമെങ്കിലും ഇവർക്ക് സ്വയം പബ്ലിസിറ്റി നേടാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് തട്ടവും എടുത്ത് തലയിലിട്ട് ക്ഷേത്ര പരിസരത്ത് കൊണ്ടുവന്ന് ബാർഗെയിനിങ് ചെയ്തിങ്ങനെ വിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവരെ ഒരു കസിനെയും അവരെയും ചൊല്ലിയിട്ട് എന്തോ ഗോസിപ്പൊക്കെ കമൻറ്റിൽ വന്നു എന്നും പറഞ്ഞിട്ട്, അതായത് അവരുടെ ചാനലിൻ്റെ അടിയിൽ ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ കസിനെയും അവരെയും ചേർത്തിട്ട് വളരെ മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്തു. ശരിക്കും ആ കമൻറ്റ് ഞാൻ കണ്ടതാണ്. അത് വളരെ മോശമായിപ്പോയി. ആരാണ് ചെയ്തതെങ്കിലും അങ്ങനെയൊന്നും പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇനി അഥവാ അവർ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് നിങ്ങൾ അവരെ കണ്ടപ്പോൾ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം, അതേക്കുറിച്ച് ചോദിക്കാം. അത് ഒരു ക്ഷേത്ര പരിസരത്തിനുള്ളിൽ വച്ചിട്ടല്ല, അത് പുറത്ത് പോയിട്ട് മാന്യമായിട്ട് പുറത്ത് പോയതിന് ശേഷം നിങ്ങൾ സംസാരിക്കൂ അതിനെപ്പറ്റി. ഇപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ എല്ലാം മാന്യമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. പക്ഷേ അത് ഇടുന്ന ആളുകളും കൂടിയാണ് തീരുമാനിക്കേണ്ടത് അതിന് എത്രത്തോളം മാന്യത കൊടുക്കാമെന്ന്. ഒരു പക്ഷേ നമ്മുടെ ചാനലിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇഷ്ടമല്ലാത്ത കമൻറ്റ് റിമൂവ് ചെയ്ത് കളയൂ, മറ്റുള്ളവർ കാണുന്നില്ല. പക്ഷേ ഈ കമൻറ്റ് ചെയ്ത വ്യക്തി ചെയ്തത് ശരിയാണെന്നൊന്നും പറയുന്നില്ല, അത് വളരെ മോശമായിപ്പോയി, അങ്ങനെയൊന്നും ആരെക്കുറിച്ചും പറയുന്നത് ശരിയല്ല, അതെന്തോ ആവട്ടെ. പക്ഷേ എന്തായാലും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച സ്ഥലം ക്ഷേത്രമായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്, നിങ്ങൾ അത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന്, അത്രയും ബഹളം വെക്കുന്ന സമയത്തിന് തൊട്ടപ്പുറത്തോട്ട് മാറിയിട്ട് നിലത്ത് അമ്മമാരിരുന്ന് ഈശ്വരനാമം ജപിക്കുന്നുണ്ടായിരുന്നു. അത് തടസ്സപ്പെടുത്തുകയല്ലേ നിങ്ങൾ ചെയ്തത്? അതിലെന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്ത് അടിസ്ഥാനമാണുള്ളത് നിങ്ങൾ ആ കാണിച്ച പ്രവൃത്തിക്ക്? ഒക്കെ കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ വേറൊരു ലൈവ് വന്നു. എന്നിട്ട് പറഞ്ഞത് എന്താണ്? റീൽസോ എന്തോ വന്നു, ഞാൻ കണ്ടു അതിൻ്റെ വീഡിയോ. നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ എൻ്റെ കണ്ണൻ കണ്ണൻ ഒരു പവറാണെന്നൊക്കെ പറയുന്നത് സത്യമാണ്. കണ്ണൻ എനിക്ക് കാട്ടിത്തന്നു. എനിക്ക് കമൻറ്റ് ചെയ്ത ആളിനെ കണ്ണൻ്റെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തന്നെ എനിക്ക് കിട്ടി. അവരോട് സംസാരിക്കാൻ പറ്റി. എൻ്റെ കസിൻ തന്നെ ഉപയോഗിച്ച വാക്കാണ്, എൻ്റെ കസിൻ തന്നെ പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാനത് പച്ചയ്ക്ക് പറയുന്നില്ല, അത്
അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് അങ്ങനെ തോന്നുന്നതെന്നുള്ളൊരു വാചകം പറഞ്ഞതായിട്ട്. പക്ഷേ നമ്മൾ ഹിന്ദുക്കൾ ആരും ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ട് ഇതുപോലെയുള്ള വൃത്തികെട്ട വാക്കുകൾ ക്ഷേത്ര പരിസരത്ത് വെച്ച് പോലും നമ്മളാരും സെക്സ് പരമായിട്ടുള്ള ഒരു സംസാരവും പറയാറില്ല. അതാണ് നമ്മുടെ ഹൈന്ദവ മര്യാദ. അങ്ങനെയാണ് നമ്മൾ. പക്ഷേ നിങ്ങളത് പറഞ്ഞു, ഭയങ്കര അട്ടഹസിച്ച് ചിരിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങളത് വീഡിയോ ചെയ്തിരുന്നത്. എന്ത് മര്യാദയാടോ തനിക്കുള്ളത്? ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക്. അതുമാത്രമാണോ? ശ്രീകൃഷ്ണ ജയന്തിയിരുന്ന് രാത്രി 12 മണിക്ക് ശേഷം എന്നാണ് ഞാൻ കണ്ടത് ആ വീഡിയോയിൽ. അതിലൊത്തിരി കമൻറ്റുകളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ അതെന്താണെന്ന് വെച്ചാൽ, അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്തോ എവിടെയോ വെച്ചിട്ട് നിങ്ങളൊരു കേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ കണ്ണാ എന്ന് പറഞ്ഞിടുന്ന അട്ടഹസിക്കുന്ന ഒരു വീഡിയോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാണ്? ചോദിക്കാണ്ട് പറ്റില്ല. കാര്യം ഞാനും ഒരു ഹൈന്ദവ സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ചോദ്യം ചെയ്യാൻ പറ്റും. എന്താ നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ഒരു കേക്ക് മേടിച്ച് ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് കട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ കണ്ണാന്ന് പറയാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? ശരിക്കും ഈ കേക്ക് എന്ന് പറയുന്ന സാധനം എന്താണ്? അതിൽ മുട്ട ഉപയോഗിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അത് നിങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് മനഃപൂർവ്വമാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 6 മണിക്ക് ശേഷം ക്ഷേത്രത്തിൽ പോകുന്ന ആ ഒരു സമയത്ത് കുളിച്ച് വൃത്തിയായിട്ട് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. ഉച്ചഭക്ഷണം നമ്മൾ ഒരുപക്ഷെ മത്സ്യമൊക്കെ കഴിച്ചാൽ പോലും അത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന ആ ഒരു സമയത്ത് അത് ഫുള്ളും ദഹിച്ചിട്ടുണ്ടാവും. 1 മണിക്ക് മുമ്പേ കഴിക്കുന്ന ഭക്ഷണം എന്തായാലും 6 മണിക്ക് മുമ്പ് ദഹിക്കുമല്ലോ. അങ്ങനെയാണ് നമ്മൾ. നിങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് കേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ കഴിക്കുന്നു. അത് മറ്റാർക്കൊക്കെയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. കണ്ടിട്ടില്ലാത്ത കണക്ക് കുറേ പേരത് വാങ്ങിച്ച് കഴിക്കുന്നുമുണ്ട്. കഴിക്കുന്നവരെ കുറ്റം പറയണ്ട. ഒരാൾ സ്നേഹത്തോടു കൂടി തന്നു കഴിഞ്ഞാൽ വാങ്ങിച്ച് കഴിക്കും. പക്ഷേ അത് ക്ഷേത്ര പരിസരമാണെന്ന് കൊടുക്കുന്ന നിങ്ങൾക്ക് മാന്യതയില്ലെങ്കിലും കഴിക്കുന്നവരെങ്കിലും അറിയണം. ഇവിടെ അങ്ങനെയും നടന്നിട്ടില്ല. സാധാരണ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ, എൻ്റെ ഉപജീവന മാർഗമാണ് കണ്ണൻ, എനിക്ക് അന്നം തരുന്ന എൻ്റെ അന്നദാതാവാണ് കണ്ണൻ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. കുറച്ച് കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതുകൂടി വേണം. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ നിങ്ങൾ. 2 കുട്ടികളുടെ തള്ളയല്ലേ. ഒരു ക്ഷേത്ര പരിസരത്ത് നിങ്ങളെ കയറ്റിയത് പോലും അത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ മാന്യത, അങ്ങനെ കരുതിയാൽ മതി. അവിടെ കയറി നിങ്ങളെ കച്ചവടം നടത്താൻ അനുവദിച്ചതും സർക്കാരിൻ്റെ മാന്യത, ഭക്തരുടെ മാന്യത. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഈ കേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്യലല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്ര സമിതിയോട്, ഭാരവാഹികളോട് അന്വേഷിച്ചിട്ട് എന്താണ് അവിടെ കണ്ണന് കൊടുക്കേണ്ട വഴിപാടെന്ന് തിരക്കാമായിരുന്നു. അതിനുശേഷം എന്ത് വഴിപാടാണ് അവിടെ പ്രധാനം എന്നുള്ള തിരക്കിയിട്ട് അത് നിങ്ങൾ നടത്തണമായിരുന്നു. നിങ്ങൾ പോയി നടത്തേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ കൗണ്ടറിൽ പൈസ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ പോലും ആരും ചെയ്തു തരുന്നൊരു കാര്യമാണ്. പൈസ അടയ്ക്കുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട വഴിപാട് എന്തെല്ലാമുണ്ട്. തൃക്കൈവെണ്ണയുണ്ട്, കദളിപ്പഴമുണ്ട്, പാൽപ്പായസമുണ്ട്, ഉണ്ണിയപ്പമുണ്ട്. ഇതൊക്കെയാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വഴിപാടുകൾ. അല്ലാണ്ട് മുന്നിൽ കൊണ്ടുവന്നൊരു മുട്ട വരട്ടിയ ഒരു കേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നതല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ആചാരങ്ങളൊന്നും എനിക്കത്രയ്ക്ക് അറിയില്ല. നിങ്ങളുടെ മതത്തിൽപ്പെടുന്ന ആചാരങ്ങളെക്കുറിച്ച് പെരുന്നാൾ, വലിയ പെരുന്നാൾ, നബിദിനം അങ്ങനെയൊക്കെ പറഞ്ഞുള്ള അറിവുകളൊക്കെ ഉള്ളൂ. അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും വലുതായിട്ട് പറയാനും ഞാൻ ആളല്ല. പക്ഷേ ചോദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുപോലെ വിശേഷപ്പെട്ട ഏതെങ്കിലും ഒരു ദിവസം
നിങ്ങൾ പള്ളിയിൽ നിങ്ങളുടെ പള്ളിയിൽ ചെന്നിട്ട് ഒരു കേക്ക് മേടിച്ചിട്ട് അത് കൊണ്ടു ചെന്നിട്ട് പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ പടച്ചോനെ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളങ്ങനെ പറയോ? അത് നടക്കുമോ? അപ്പം എല്ലാ തോന്നിയാസങ്ങളും ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് വന്നാൽ നടക്കും എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നടത്തുന്നത്. ഞാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ കൂടിയേ കുറ്റം പറയുള്ളൂ. കാര്യം ഇതൊക്കെ അവർ കാണുന്നില്ലേ? ഇതിനൊക്കെ എന്തിനാണ് അനുവദിക്കുന്നത്? എന്തിനാണ് അനുവാദം കൊടുക്കുന്നത്? ഇതിനൊക്കെ നിങ്ങൾ ശ്രീകൃഷ്ണനെ പടം വരച്ച് കച്ചവടം നടത്തിക്കോ? അത് ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്ത് വെച്ച് പോരെ? പുറത്തൊരു കടയെടുക്ക്, എന്നിട്ട് ആ കടയിൽ വെച്ചിട്ട് നിങ്ങൾ നടത്ത്. അതല്ലേ മര്യാദ. ആർക്കും ഒരു പരാതി ഉണ്ടാവില്ലല്ലോ. സ്കെച്ച് ചെയ്ത് വെക്കുന്നതാ നിങ്ങളുടെ പടങ്ങൾ. അത് നന്നായിട്ട് നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാവത്തക്ക കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ചോണയുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പല ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ എന്തോരം നല്ല നല്ല ചിത്രങ്ങളുണ്ട്. പുല്ലാങ്കുഴലൂതി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ്റെതുണ്ട്. ഗോവർദ്ധന പർവ്വതം ഉയർത്തി നിൽക്കുന്ന കൃഷ്ണനുണ്ട്. പാമ്പിൻ്റെ മുകളിൽ നിന്ന് നർത്തനമാടുന്ന കൃഷ്ണനുണ്ട്. അതുപോലെ എന്തോരം പടങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ലേ? ഉരല് മറച്ചിട്ട് പോകുന്ന കണ്ണനുണ്ട്. വെണ്ണക്കള്ളനുണ്ട്. ഉറിയിൽ തൂങ്ങിക്കിടക്കുന്ന കൃഷ്ണൻ. അങ്ങനെ പലതരത്തിലുള്ള കൃഷ്ണനുണ്ട്. നിങ്ങൾക്ക് എന്താ അതൊന്നും വരയ്ക്കാൻ പറ്റില്ലേ? നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നൊരു കുഞ്ഞിക്കണ്ണൻ. ദേ ഇവിടെ ചാമ എന്താ പറയുന്നത്, ഇല്ല ചാമ കാണിക്കുമല്ലോ, ഒരു കാർട്ടൂൺ. ചാമ എന്ന് പറയുന്നൊരു കാർട്ടൂൺ ഉണ്ടല്ലോ. ഇവിടെ കുറച്ച് ചോപ്പ്, ഇവിടെ കുറച്ച് ചോപ്പ് എന്ന് പറഞ്ഞ കണക്ക് ഇവിടെ ഒരു വട്ടം ഇട്ടിട്ട് അവിടെ കുറേ കുത്തുകൾ, ഇവിടെ കുറേ കുത്തുകൾ. ഇങ്ങനത്തെ കണ്ണനെ മാത്രമേ നിങ്ങൾക്ക് അറിയാവുള്ളൂ. കൺപീലി ഇത്ര നീളത്തിനുള്ള കൺപീലിയൊക്കെ ആയിട്ടിരിക്കുന്ന എന്തോരം നല്ല കൃഷ്ണനെ ഉണ്ടെന്നറിയാമോ? മേടിക്കാൻ തന്നെ കിട്ടും വിപണികളിൽ. നല്ല നല്ല ഫോട്ടോകൾ, നിങ്ങൾ വരയ്ക്കുന്ന അതേ മോഡലിലുള്ള നല്ല സൂപ്പർ ഫോട്ടോകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോഴാണ് നിങ്ങൾ 1,50,000 80,000 രൂപയുടെ ഫോട്ടോകൾ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങളെ ഇഷ്ടം. പക്ഷേ എന്നാലും നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന്. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. പക്ഷേ ഇതുപോലെയുള്ള തരികിട പരിപാടികളും കൊണ്ട് വരരുത്. ശരിക്കും ചോദിക്കാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ദേവസ്വം ബോർഡുകാരോടാണ്. ശരിക്കും ഇവർ ജസ്ന ആയതുകൊണ്ടാണോ നിങ്ങൾ പരിസരത്ത് ഇതുപോലെ നടക്കാനായിട്ടുള്ള അനുവാദം അവർക്ക് കൊടുത്തിരിക്കുന്നത്? അതേസമയം ഇവർ വെറും ഒരു സലീമായിരുന്നെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്? അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇവർക്ക് പുറത്തിരുന്ന് കച്ചവടം ചെയ്യാനുള്ള എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക. അത് ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്ത്, അകത്തല്ല. അതായിരിക്കും നല്ലത്. നമ്മൾ ഹിന്ദു സ്ത്രീകൾ സാധാരണ ക്ഷേത്രത്തിൽ വരുന്നതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. വെറുതെ അങ്ങ് പോരില്ല ആരും. നമ്മൾ വരുന്നത് സാധാരണ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു 10-12 ദിവസം കഴിഞ്ഞതിന് ശേഷം അത്രയും ശുദ്ധമായി, അത്രയും പുണ്യാഹമൊക്കെ മേടിച്ച് വീട്ടിലും വസ്ത്രത്തിലൊക്കെ തളിച്ചതിന് ശേഷമാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. പക്ഷേ ഈ ജസ്ന എന്ന് പറയുന്ന ഈ മുസ്ലിം കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ വരുന്നത്? അവർ ക്ഷേത്ര കോമ്പൗണ്ടിൽ വരുമ്പോൾ അവർ എത്രത്തോളം ശരീരശുദ്ധിയോടുകൂടിയാണ് അവർ ക്ഷേത്ര പരിസരത്തേക്ക് വരുന്നതെന്ന് ആർക്കും അറിയില്ല. അത് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അതവരുടെ സ്വകാര്യതയാണ്. അത് മറ്റാർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക, അത് ചെയ്യുക. അവർ പടം വരയ്ക്കുന്നതിലോ വിൽക്കുന്നതിലോ ഒരു പരാതിയില്ല. അതവർ ചെയ്തോട്ടെ, അവരുടെ ഉപജീവന മാർഗം. അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് ഇതെത്തിക്കുക, ഷെയർ ചെയ്യുക. ഇതിൽ കൂടുതലായിട്ട് ഒന്നും
ഈ ഒരു വിഷയത്തിൽ പറയാൻ ഞാൻ ആളല്ല. പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. നമസ്കാരം.